ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ വാഴയിലൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തോ ഒന്ന് പൊള്ളിക്കുകയാണെന്ന്. മത്തി പൊള്ളിച്ചതാണ് കേട്ടോ ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്തി പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ മത്തി നന്നായിട്ട് കഴുകി നല്ല ക്ലീനൊക്കെ ചെയ്ത് കഴുകി വെച്ചിട്ട് ഇങ്ങനെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് 1 കിലോൻ്റെ അടുത്ത് മത്തി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് മുഴുവൻ ഞാൻ എടുക്കുന്നുണ്ട്. ഒരു കുറച്ച് മസാല പുരട്ടിയിട്ട് കുറച്ച് ഇടം മാറ്റി വെക്കുന്നേ ഉള്ളൂ. ബാക്കി ഞാൻ പാനിൽ കൊള്ളുന്ന അത്രയും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആദ്യം ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് തയ്യാറാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു പുളിക്ക് വേണ്ടിയിട്ട് ഒരു ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ 1/2 കിലോ മത്തിയൊക്കെ എടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു ചെറുനാരങ്ങ മുഴുവൻ വേണ്ടിയിട്ട് പകുതിയൊക്കെ എടുത്താൽ മതി. പിന്നെ ബാക്കി ഞാൻ കുറച്ച് വെള്ളവും ചേർത്തിട്ട് നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഓരോ മീനിലേക്കും ഈ ഒരു മസാല നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് ഒരു 1/2 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കുക. എന്നാൽ മസാലയൊക്കെ നന്നായിട്ട് തന്നെ മീനിൽ പിടിച്ചോളും. ഞാനൊരു 1/2 മണിക്കൂറിന് ശേഷം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മൾ ഒരുപാട് ഓയിലോ വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നോർമലായിട്ട് മീനൊക്കെ പൊരിക്കുന്ന പോലെ തന്നെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ കുറച്ചൊന്ന് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഓരോ മീനും ഇതിൽ നിരത്തി വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ എത്രത്തോളം കൊള്ളുന്നു അത്രത്തോളം വെക്കുന്നുണ്ട്. ഒരു 3-4 എണ്ണം എക്സ്ട്രാ ബാക്കി വരുന്നുണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ എടുത്ത് ഇതിലേക്ക് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അതേ മാറ്റി വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇത് മുഴുവനായിട്ട് നമുക്ക് കൊള്ളുന്ന അത്ര ഇതിലൊന്ന് വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ, ഒരുപാട് നെരിഞ്ഞ് പോകുമൊന്നും വേണ്ട കേട്ടോ. ഇത് സോഫ്റ്റ് ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നാൽ വേവേം വേണം ആ രീതിയിൽ. അപ്പോൾ ഒരു ഭാഗമാകുമ്പം അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ എല്ലാം തിരിച്ചിട്ട് കൊടുത്തു. 2 സൈഡും ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഈ ചട്ടിയിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഫ്രൈ ചെയ്തെടുത്തതെല്ലാം അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ചട്ടിയിൽ തന്നെയാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. ഇനി മസാലയ്ക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം വേണമെന്നൊക്കെ ഞാൻ കാണിക്കാം. ഇതാ കുറച്ച് ചെറിയുള്ളി ഉണ്ട്, ഒരു 10-15 ചെറിയുള്ളി ഉണ്ട്. ചെറിയുള്ളിയാണ് ഇതിൻ്റെ ടേസ്റ്റ് മെയിനായിട്ട് കേട്ടോ. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാളയും അതുപോലെ തന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി നമുക്കിപ്പോൾ ഈ ഒരു സവാള ചേർക്കുന്നതിന് പകരം അത് മുഴുവനായിട്ട് ചെറിയുള്ളി എടുത്താൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. പിന്നെ ഇതാ കുറച്ച് ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ചെറിയ പീസ് ഇഞ്ചിയും. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാന്താരി മുളകാണ്. അതൊരു 5-8 കാന്താരി മുളക് ഉണ്ട്. അപ്പോൾ അതിന് പകരം അതില്ലാന്നുണ്ടെങ്കിൽ പച്ചമുളക് എടുത്താലും മതി. ഇതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇത് 3ഉം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ. ഒരുപാട് ചതച്ചെടുക്കുന്നു വേണം. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, പേസ്റ്റാക്കി എടുക്കണ്ട കേട്ടോ. അപ്പോൾ അതുപോലെ എടുത്തിട്ട് അത് മാറ്റി വെക്കുക. അതുപോലെ തന്നെ സവാളയും ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ ചെറിയുള്ളിയും തക്കാളിയും ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു പാനിൽ തന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ സവാള അതൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ആ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്താൽ മതി. നമ്മൾ മീനിലൊക്കെ ഓൾറെഡി ഉപ്പ് ഇട്ടതല്ലേ. അപ്പോൾ അങ്ങനെ ആ സവാളയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നാൽ പെട്ടെന്ന് വഴന്ന് കിട്ടുകയും ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ അതൊന്ന് വഴറ്റിയെടുക്കുക. അത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്ന വരെ വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം. ഞാൻ 2 തണ്ട് കറിവേപ്പില ഇതുപോലെ ഇങ്ങനെ കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ടൊന്ന് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കീറിയിട്ടാട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയുള്ളി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. സവാള ഒന്ന് സോഫ്റ്റായിട്ട് വരുമ്പോൾ അപ്പോൾ അത് നന്നായിട്ട് തന്നെ വഴന്ന് നല്ല സോഫ്റ്റായിട്ട് വരുന്ന സമയത്താണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത്. നമ്മളിപ്പോൾ ചതച്ചെടുത്തില്ലേ, അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആ ഒരു കാന്താരി മുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഉള്ളത് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ കാന്താരിമുളക് ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക, അതില്ലാന്നുണ്ടെങ്കിൽ പച്ചമുളക് എടുക്കുക കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് നന്നായിട്ട് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ഈ ഒരു തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കാണിച്ചല്ലോ ആദ്യം തന്നെ. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് അപ്പോൾ അതും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം.
അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നല്ല സോഫ്റ്റായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണ് മുളക് പൊടിയാട്ടോ ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇങ്ങനെ എരിവ് കൂടുതലായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയായിട്ട് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെയൊക്കെ പച്ചമണം ശരിക്കും ഒന്ന് മാറിക്കിട്ടണം. ചെറിയ തീയിലിട്ടിട്ട് വഴറ്റിയെടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് നമ്മൾ ചൂടാക്കിയ വെള്ളം ഉണ്ടല്ലോ അത് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ആ ഒരു ഇതൊന്നും കൂടി ഒരു ഗ്രേവി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഡ്രൈ ആയിട്ട് പോകുമല്ലോ, ചെറിയ ഗ്രേവിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർത്ത് നമ്മുടെ മസാല റെഡിയായി. ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടോ എന്നൊക്കെ നോക്കുക. ഞാനിതിലേക്കൊരു 1/4 ടീസ്പൂണ് ഗരം മസാല കൂടെ ചേർക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഒരു മസാലയ്ക്ക്. ഇനി നമുക്കവിടെ മാറ്റി വെക്കാം. ഇനി ഇത് സെറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വായിൽ എടുത്തിട്ടുണ്ട്. വായിൽ ഇങ്ങനെ വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകുമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ വായിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ആദ്യം നമുക്കൊരു മസാല പകുതി ഇങ്ങനെ താഴ്ഭാഗത്തായിട്ട് നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള മീൻ ഓരോന്നായിട്ട് ഇതുപോലെ നിരത്തി അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ മുഴുവനായിട്ട് മസാല വരുന്ന രീതിയിൽ എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള പകുതി മസാല അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുക്കുക. ഇതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. ഞാനിപ്പോൾ വായിലിൻ്റെ ആ നാര് കൊണ്ട് തന്നെയാണ് കേട്ടോ കെട്ടിക്കൊടുക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ കയറ് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ 2 ഭാഗത്തൊന്നും ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് ചെയ്തെടുക്കാൻ പോകുന്നത് പാനിൽ തന്നെ ഇട്ടിട്ടൊന്ന് പൊള്ളിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എക്സ്ട്രാ വരുന്നതൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. നിർബന്ധമൊന്നും ഇല്ല കേട്ടോ, നോൺ സ്റ്റിക്ക് പാൻ ആകുമ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5-6 മിനിറ്റ് ഒന്ന് ഒരു ഭാഗം പൊള്ളിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കളറൊക്കെ ചേഞ്ചായി വരും കേട്ടോ. ഒരു 5-6 മിനിറ്റിന് ശേഷം ഞാനിത് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. കളറൊക്കെ നന്നായിട്ട് തന്നെ ചേഞ്ചായി വരും ഒരു ഭാഗം തന്നെ. അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം അതേപോലെ ആവുന്ന സമയത്ത് നമുക്ക് പാനിൽ നിന്ന് എടുത്തിട്ട് ചൂടോടുകൂടെ തന്നെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. വായിലയിൽ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ ഇതും നല്ല ടേസ്റ്റി ആയിട്ട്, അതുപോലെ എൻ്റെ മസാലയ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ നാരൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ചൂടോട് കൂടെ തന്നെയായിട്ട് എടുക്കുന്നത്. കഴിക്കുക, ഉച്ചകാലത്തെ ലഞ്ചിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല. ഒരു മസാലയൊക്കെ കൂട്ടിയിട്ട് നമുക്ക് ചോറ് കഴിക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് തുറക്കുന്ന സമയത്തിന് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമാവും തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഞാൻ ചുമ്മാ ഡെക്കറേഷന് വേണ്ടിയിട്ട് സവാള അതുപോലെ അങ്ങനെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റെസിപ്പി. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.